ഷാഫിക്ക് അടി കൊണ്ടതിന് ശേഷം ഷാഫി ഈ പോലീസുകാരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നുള്ളത്. നിങ്ങളതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറ. ഒരു ഒന്നുമല്ല, അവൻ വേണം വെച്ചിട്ട് അവൻ നോക്കിയടിക്കുന്നതല്ല. ഞാൻ അവനിപ്പോ ഇതിന്റെ മുമ്പിൽ കാണുന്നില്ല. അറിയാതെ അടിച്ചവനാണ് ഇപ്പൊ ഇതിന്റെ മുമ്പിൽ നിന്ന് മാറില്ലല്ലോ. അവൻ ഇതിന്റെ മുമ്പിൽ നിന്ന് കാണുന്നില്ല. വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഷാഫിയുടെ മുഖം നന്നായി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ആ മൂക്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധാരണഗതിയിൽ ലാത്തി കൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിന്റെ പുറം ഭാഗമാണ് ആദ്യം പൊട്ടുക, പിന്നീടാണ് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വരിക. എന്നാൽ പുറം ഭാഗത്ത് അങ്ങനെ അടി കൊണ്ട ഒരു പാടുമില്ല. പിന്നീടാണ് ചോര ഒലിപ്പിച്ച മൂക്കുമായി നിൽക്കുന്ന ഷാഫി പറമ്പിലിന്റെ ചിത്രം വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. ഞങ്ങളിങ്ങനെ സംശയിക്കാൻ വേറൊന്നുമല്ല കേട്ടോ. കാരണം നമ്മളൊരു മഷിക്കുപ്പി സമരം കോൺഗ്രസിൻ്റെ കണ്ടതാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മഷിക്കുപ്പി സമരം കണ്ടതാണ്. ആ മഷിക്കുപ്പി സമരം പിന്നീട് സിനിമയിൽ ട്രോളാൻ വരെ സിനിമക്കാർ വരെ ഉപയോഗിച്ചു. ഇത് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെ ഈ സംശയിക്കുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് മറ്റു മാർഗങ്ങളില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കേരളത്തിലെ സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു പാളിസായി. കോടതിയിൽ പോയിട്ട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ കോടതിയിൽ പോയി നാണം കെട്ടിയിരിക്കുകയാണ്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൊണ്ടുവന്ന ആരോപണം, കുഴൽനാടൻ, കെ.എം. ഷാജിയുടെ ഭാഷയെ പറഞ്ഞാൽ എന്നോട് കളിക്കുന്ന പോലെയല്ല, മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു വക്കീൽ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞ ആള് സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് ഇതുമായിട്ട് ഇവിടെ നിൽക്കണോ അതോ 10 ലക്ഷം രൂപ പിഴ ഇടണോ എന്ന് ചോദിച്ച് അവിടുന്ന് ഓടിച്ചു വിട്ടത് നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ എന്തൊക്കെ ആരോപണങ്ങളാണോ കൊണ്ടുവന്നത് അതൊക്കെ ചീറ്റിപ്പോയപ്പോൾ ഗതി കിട്ടാതെ ഇപ്പോൾ ഒരു പുതിയ ഉടായിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താമെന്നാണ്. അതോടുകൂടി പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത കോൺഗ്രസിന്റെ സംഘടനയുടെ ഭാരവാഹി അടക്കം ഈ സ്വർണ്ണ മുഖ്യ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്.